നമസ്കാരം. സാറിന് കുറേ നാളായല്ലോ കണ്ടിട്ട്. സാറിപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ ഗുരുവായൂരാണ്. സാർ ഈ സൈക്കാട്രിസ്റ്റിനെ കുറിച്ച് സൈക്കാട്രിയെ സംബന്ധമായി നല്ല പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ സൈക്കോളജിക്കൽ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കൗൺസിലിംഗ് കോഴ്സ് ആയിട്ട് ഇരിക്കാം, ജനങ്ങൾക്ക് സഹായിക്കാനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലറായിട്ട് ഇരിക്കാം. പക്ഷേ ഞാൻ തൽക്കാലം ഇരിക്കേണ്ടതെന്ന് വെച്ചു. അതൊക്കെ എന്താണെന്ന് പിന്നീട് വിശദമാക്കാം. അപ്പോൾ അങ്ങനെ ഒരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനാണ്. ചേട്ടൻ്റെ മോളെ കല്യാണം. ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം. ദാമ്പത്യത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. വിവാഹം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കരാർ. അവിടെ പെൺകുട്ടിയായാലും പുരുഷനായാലും സ്ത്രീയായാലും ശരി, ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ സമ്മതം കൊള്ളുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എല്ലാം ആലോചിച്ചിട്ട് തെറ്റുകളും കുറവുകളും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. കുറവുകളില്ലാത്ത മനുഷ്യരാരുമില്ല. അപ്പോൾ പരസ്പരം തുണയാകാനും പരസ്പരം കുറവുകൾ അറിഞ്ഞും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിച്ചിട്ട് മാത്രമേ ഏതൊരു വിവാഹത്തിനും തയ്യാറെടുക്കാം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹമെന്ന കരാറിന് സമ്മതം കൊടുക്കാവൂ. എങ്കിലേ ആ ദാമ്പത്യ ബന്ധം വിജയകരമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് എൻ്റെ വിശ്വാസം. അല്ലാത്തതും ഉണ്ട്. കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞ് ഇനി മറ്റൊന്നും കൂടി പറയാം. ഈ സ്നേഹം യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അല്ലാത്തിടത്താണ് പരസ്പരം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതിൽ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാകും. ഇനി പിന്നീട് ബാക്കിയൊക്കെ വിശദമായിട്ട് പറയാം. ഇന്ന് ഇത്രയും തൽക്കാലം. ഒരു സംശയം കൂടെ സാറിനോട് ഇതെല്ലാം നമ്മൾ കഴിയുമ്പോൾ എല്ലാവരും ദൈവവിധി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതെന്താണ് അതിൻ്റെ? ദൈവവിധി അല്ല, വാസ്തവത്തിൽ മനുഷ്യൻ തന്നെയാണ് ദൈവം എന്നാണ് പറയുന്നത്. പക്ഷേ ആ തലത്തിലോട്ടെത്താൻ മനുഷ്യൻ തന്നെയാണ് ദൈവം എന്ന സ്വയം തിരിച്ചറിവിലേക്ക് എത്താൻ മനുഷ്യൻ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവവിധി എന്ന് പറയുന്നത്. ദൈവവിധിയല്ല, അത് പ്രകൃതിയിൽ ന്യൂട്ടൺസ് തേർഡ് ലോ എന്നുണ്ട്. അതായത് കർമ്മ നിയമം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്ന അനുഭവം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ്? നമ്മളൊന്നും എടുത്തു ചാടി ചിന്തിക്കാതെ ഒരു വിവാഹം വേണം, അല്ലെങ്കിൽ അതൊരു ആവശ്യമാണെന്ന് കരുതി ഉടനെ ഒരു വിവാഹബന്ധം എന്ന കരാറിന് തയ്യാറെടുക്കും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യം. അവിടെ ആലോചനകളില്ലാതെ നമ്മൾ തീരുമാനമെടുക്കുന്നത് വിവാഹബന്ധത്തിന് കരാർ ഉറപ്പിക്കുന്നതിന് മുമ്പേ എന്നുള്ളതാണ് ഇങ്ങനെ വിവാഹബന്ധം പരാജയപ്പെടുന്നവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന കാര്യം.